ഹലോ കൂട്ടുകാരി, ഇതൊക്കെ കണ്ടില്ലേ? എന്നും ഇങ്ങനെ തന്നെയാണ്. ചേട്ടൻ ജോലിക്ക് പോകുമ്പോൾ ചേട്ടൻ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കണം, അതൊരല്പമെങ്കിലും അവന് കൊടുത്തില്ലേ അവന് ഭയങ്കര ഒരു അവൻ കരയും. അവൻ ഭയങ്കര കരച്ചിലാണ്. ചേട്ടൻ എടുത്തില്ലെങ്കിൽ പോണതിന് മുമ്പ് ചേട്ടൻ എടുത്തില്ലെങ്കിൽ ഭയങ്കര ഒരു കരച്ചിലാണ്. നമ്മളൊന്നും എടുത്താലൊന്നും വരില്ല, അവന് അച്ഛൻ തന്നെ എടുക്കണം. ചേട്ടൻ കഴിക്കണേൽ കൊടുക്കുകയും വേണം. ഇന്ന് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയാണ്. പക്ഷെ അവന് നമ്മൾ ചപ്പാത്തി അങ്ങനെ കൊടുക്കില്ല, പിന്നെ ഒരല്പം ഒന്ന് വെച്ച് കൊടുക്കുന്നതാണ്, അല്ലാതെ അവന് ചപ്പാത്തി കൊടുക്കേയില്ല. കൊടുക്കൂല എന്ന് പറയുന്നത് വേറെ കൊണ്ടല്ല, വീട്ടിലുണ്ടാകുന്ന ചപ്പാത്തി നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതിപ്പോൾ വീട്ടിലുണ്ടാകുന്ന ചപ്പാത്തി അല്ലല്ലോ, ഇപ്പോൾ എല്ലാവരും കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ, അപ്പോൾ അതൊന്നും മോനെ നമ്മളങ്ങനെ കൊടുക്കില്ല. ഇതിപ്പോൾ ഇതാ ദോശയാണ്, ദോശയും ഉരുളക്കിഴങ്ങിൻ്റെ കറി വെച്ചിട്ടാണ് കൊടുക്കുന്നത്. മറ്റത് ഇതാകുമ്പോഴത്തേക്ക് അതിൽ എത്രയെന്ന് പറഞ്ഞാലും അതിൽ കുറച്ചെങ്കിലും മൈദ ചേരാതിരിക്കില്ല. അതുകൊണ്ട് അത് ചപ്പാത്തി കൊടുക്കില്ല എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ ഞാൻ ചപ്പാത്തി കൊടുക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കും, അതെന്ത് വീട്ടിലുണ്ടാകുന്ന ചപ്പാത്തി കൊടുക്കില്ല എന്ന്. വീട്ടിലുണ്ടാകുന്ന ഗോതമ്പ് ഞങ്ങൾ പൊടിച്ച് അങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്, അത് നമ്മൾ കൊടുക്കും. പക്ഷെ ഇത് ഇപ്പം ഭൂരിഭാഗം ആൾക്കാരും കവർ ചപ്പാത്തി വാങ്ങിച്ചിട്ട് ആണ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ കവർ ചപ്പാത്തി ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കവർ ചപ്പാത്തി വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയാണ് കഴിക്കാറ്. മോന് വേണ്ടി മാത്രം ഞങ്ങൾ ഇനി ദോശയോ എന്തെങ്കിലും മാവ് ആട്ടി വയ്ക്കുന്ന ദിവസം കുറച്ച് മാവെടുത്ത് മാറ്റി വെച്ചിട്ട് മോന് നമ്മൾ രാവിലത്തേത് അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. പുറത്ത് ആഹാരമൊന്നും അങ്ങനെ വാങ്ങുന്നതൊന്നും അങ്ങനെ അധികം കൊടുക്കാറില്ല. പിന്നെ ആരെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുഞ്ഞല്ലേ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് ആ ഒരു ഇതിൽ ഇരിക്കുകയാണെങ്കിൽ മാത്രം ഒരു പൊടിക്ക് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കും. അതാണ് മോൻ്റെ അച്ഛൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ കൊടുത്തത്. അല്ലെങ്കിൽ അവൻ കരയും, അവൻ കുഞ്ഞല്ലേ, അവനത് കാണുമ്പോൾ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരുന്നാലും അങ്ങനെ തന്നെയാണ്. അവനൊരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ വാ തുറന്നുകൊണ്ട് വരും. കുഞ്ഞല്ലേ, അത്രയ്ക്കുള്ള കഴിച്ചുകൂടെ മക്കളെ എന്ന് പറഞ്ഞാൽ അവൻ അറിയില്ലല്ലോ. അതാണ് ഒരു കുഞ്ഞു ദോശ ഉണ്ടാക്കി കൊടുത്ത്, കുഞ്ഞു ദോശ എല്ലാം കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇനി വെള്ളം കൊടുക്കണം. വെള്ളം നമ്മൾ സ്പൂണിലാണ് വെള്ളം കൊടുക്കുമായിരുന്നു. ഇപ്പോഴുണ്ടല്ലോ ഇപ്പം സ്പൂണിൽ വെള്ളമായാലും നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വലിച്ചൊന്നും മണ്ടേ കയറ്റി ഒരു ദിവസം ഞാൻ വല്ലാണ്ട് അങ്ങ് പേടിച്ചു. അതിനുശേഷം ഞാൻ